ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എന്തുകൊണ്ട് എല്ലാവരും സുഖമായിട്ടിരുന്നു വിചാരിക്കുകയാണ്. ഞാനും സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്ന് നമ്മുടെ പരിപാടി എന്ന് വെച്ചാൽ ട്രിവാൻഡ്രത്തുള്ള ആനക്കൊട്ടിലോട്ട് പോവാണ് കേട്ടോ. ഞാൻ ഈ അടുത്താണ് സത്യം പറഞ്ഞാൽ അറിയുന്ന പോലും നമ്മുടെ ട്രിവാൻഡ്രത്ത് ഇങ്ങനെ ഒരു സംഭവമുണ്ട്. ഗുരുവായൂർ ഉള്ള ആനക്കൊട്ടിൽ നമ്മൾ പോയിട്ടുണ്ട്. നമ്മുടെ ചോറൂണിന് പോയപ്പോഴാണ് നമ്മൾ അവിടെ പോയത്. മെയിനായിട്ട് ആദ്യക്കുട്ടിയെ ആ സംഭവങ്ങളൊക്കെ ഒന്ന് കാണിച്ച് കൊടുക്കണം. ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ആന, ചെണ്ട, ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇതിൻ്റെ പുറകിലൊരു സ്റ്റോറി ഉണ്ട്, അത് ഞാൻ പറഞ്ഞുതരാം. ഞാനും കൊച്ചിലൊരു ആനപ്രേമി ആയിരുന്നു, അതൊക്കെ ഞാൻ വഴിയെ പറഞ്ഞുതരാം. അപ്പം ഇപ്പോൾ സമയം 2:45. നമ്മളിന്ന് 2 മണിക്ക് ഇറങ്ങണം എന്ന് വിചാരിച്ചിട്ട് പറ്റിയില്ല. അവിടെ 5:30 വരെ ഉള്ളൂ. അപ്പം നമ്മൾ കഴിച്ചിട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ചു. ഞാൻ കഴിച്ചിട്ടില്ല, ഇത്രയും ലേറ്റായി. അപ്പോൾ ഇനി പോയി ഫുഡ് കഴിച്ചിട്ട് നമുക്ക് വേഗം ഇറങ്ങാം. ഓക്കെ. എനിക്കിത് ഹെവി കോമ്പിനേഷനാണ്. പാസ്ത ഇങ്ങനത്തെ എന്തെങ്കിലും അലുക്കുലുക്ക് സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ എനിക്ക് വേറെ ഒന്നും പോകത്തില്ല. ഉച്ച സമയമാണ് എങ്കിലും ഞാൻ കുറച്ച് പാസ്ത എടുത്തിട്ടുണ്ട്. ഇനി അടുത്ത് ഇതിൻ്റെ കൂടെ എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം. ഭയങ്കര കോമ്പിനേഷൻ. കുറച്ച് ചക്കത്തോരനും പിന്നെ നെത്തോലി ഫ്രൈ, എനിക്ക് രണ്ടും ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അത് മാറ്റി വയ്ക്കാനും പറ്റത്തില്ല. പാസ്ത കഴിച്ചിട്ട് അതും കൂടെ കഴിക്കാം. ബാഗ് എടുക്കണം. അല്ല, എനിക്ക് ഞാൻ വരുന്നുണ്ട്, എന്തായാലും കയറണം. എൻ്റെ ഫേവറേറ്റ് മീൻ ഏതാണെന്ന് ചോദിച്ചാൽ കൊച്ചു ഉത്തരം മാത്രമേ ഉള്ളൂ. നെത്തോലി കൊച്ചിലെ തൊട്ട് എനിക്ക് ഇഷ്ടം നെത്തോലിയാണ്. അപ്പോൾ എത്ര വലിയ വില കൂടി മീനുണ്ടെന്നോ അതിലും നെത്തോലി. കറിയാണെന്നുണ്ടെങ്കിൽ നെത്തോലി തന്നെയാണ്. നല്ല ചൂട് ചെമ്പോടി ചോറും നല്ല നെത്തോലി കറി. ഫ്രൈ ആണെങ്കിൽ നെത്തോലി. ഇപ്പോൾ ഈ പാസ്തയുടെ കൂടെ ഞാൻ ഈ ചക്കയും ഈ മീനും എടുത്തതിൻ്റെ മെയിൻ റീസൺ തന്നെ നെത്തോലി. നമ്മളെല്ലാവരും റെഡിയായി, ഇനി പോയാൽ മാത്രം മതി. നമ്മളെപ്പോൾ ഫുഡ് വെച്ചാലും അത് കുട്ടി ഇതുപോലെ കയറിയിരിക്കും. നമ്മുടെ പാത്രത്തിൽ നിന്ന് കഴിച്ചിട്ടിരിക്കും. ബോത്ത് സാറ്റർഡേ ഹാൻഡ്സ് അത് ബൈ കഴിച്ചിട്ട് കാണാം. അത് ബൈ ഓൾ സെറ്റ് ടു ഗോ. നമ്മൾ ഇറങ്ങി. ചൂടുണ്ട് പൊന്നെ. കാറിൽ AC ഇല്ല ഗൈസ്. ഇന്ന് നമ്മൾ അവിയും. എന്തോന്ന് ഒരു ഷോട്ട് ആ ബാഗിലേക്ക് ശരിയാവത്തില്ല. ഇപ്പം ഇടുന്ന നമ്മൾ പൊരി വെയിലത്തുനിന്ന് കയറിയിട്ട് ഇവിടെ വന്നപ്പോൾ നല്ല മഴ. നമ്മൾ വന്നെന്തോ ആ സൈഡിൽ കുറേ കുരങ്ങന്മാരുണ്ടായിരുന്നു. നമ്മളെത്തി. ഇപ്പം ഓൾമോസ്റ്റ് കറക്റ്റ് 4:45 സമയമുണ്ട്. 5:30 വരെയാണ് സമയം. സോ നമുക്ക് കയറാം. അവിടെയാണല്ലേ ടിക്കറ്റ് എടുക്കണേ. അയ്യോ ചെളി. അത് തന്നെടാ, നല്ല ചൂടത്തുനിന്ന് കയറി നല്ല മഴ. എന്തായാലും കൊള്ളാം, നമ്മൾ വന്ന ക്ലൈമറ്റ് കൊള്ളാം. എത്തിപാടെ ടിക്കറ്റ് എടുത്തതും ചെസ്റ്റ് നമ്പർ 1 എന്ന് പറയുന്ന പോലെ നമ്മൾ ആദ്യം കണ്ടതൊരു കുട്ടി ആനയാണ്. ഫസ്റ്റ് തന്നെ കുട്ടി ആന. എനിക്കൊന്ന് ആൾക്കാരെ കാണാതിരുന്ന് കണ്ടതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റിലാണ് ആന. കുറച്ച് ഡാൻസ് കൂടി പെട്ടെന്ന്. ആന വിളിക്കാതോ. അയ്യോ അമ്മ കമ്പൊക്കെ എടുക്കണം. കാണുമ്പോൾ നമ്മൾ ഒറ്റയ്ക്കാണെന്ന് വിചാരിക്കും, പക്ഷെ അല്ല, കൂടെ ഗൈഡ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ നിൽക്കുന്ന എല്ലാ ആനയ്ക്കും 3-4 വയസ്സ്. എല്ലാം കുട്ടി ആനകളാണ് സൈഡിലൊക്കെ നിൽക്കുന്നത്. ഇനി നമ്മൾ 85 വയസ്സായ വലിയ ആനയെ കാണാൻ പോവാണ്. 85 വയസ്സ് വരെയുള്ള ആനകളുണ്ടെന്ന് പറഞ്ഞു. നമ്മളിപ്പോൾ കയറിയ സ്ഥലത്ത് ഫുള്ളും ഉള്ളത് കുട്ടി ആനകൾ. മായ, മീന എന്തൊക്കെയോ പറഞ്ഞത്. ആരന്നെയാ ഇപ്പുറത്തോട്ട് വരട്ടാമ്മ ഞാൻ. അല്ല കുട പിടിക്കാൻ പറ്റൂല. എൻ്റെ പൊന്നേ, കുട്ടിയാനാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കിട്ടിയില്ലേ. നമ്മൾ ഓരോ സ്ഥലത്ത് എത്തപ്പോഴത്തെ ഇതുപോലെ നമുക്ക് പറഞ്ഞിരിക്കാൻ കുറേ ചേച്ചിമാരുണ്ട്, കുറേ ഗൈഡ്സ് ഒക്കെ ഉണ്ട്. അവരാണ് നമുക്കിതിന് കറക്റ്റ് റൂട്ട് പറഞ്ഞു തന്നത്, ഏത് വഴി എങ്ങോട്ട് പോകണം എന്ന്. നമ്മൾ ചുമ്മാ നടക്കുന്ന സ്ഥലത്ത് ഓരോ സ്ഥലത്ത് ഓരോരോ ആന നിൽക്കുന്നുണ്ട്. കാര്യമായിട്ട് പറഞ്ഞാണ് അവർ പറഞ്ഞായിരുന്നു, ലെഫ്റ്റ് സൈഡിൽ നിന്ന് സ്പീഡിൽ കയറി സൂക്ഷിച്ച് പൊക്കോളാൻ. എത്രണ്ണാണെടാ? എത്ര വയസ്സാണോ? അതിൻ്റെ കാലൊക്കെ കുഞ്ഞു പോലെ ഇരിക്കണം. കാല് ഇച്ചിരി ഹൈറ്റുള്ള ആന പോലെ ഇത്. കുറച്ച് ഹൈറ്റുള്ള കാലൊക്കെ ഇച്ചിരി മെലിഞ്ഞ് തേമ്പിയിരിക്കുന്നു.
അമ്മുക്കുട്ടി അമ്മുവാന സൂപ്പർ സ്ഥലം. എനിക്കൊന്ന് ഇതുവഴി പോയി കുളിപ്പിക്കുക വല്ലതും ചെയ്യുമായിരിക്കും. വേണ്ട, പക്ഷെ ഇറങ്ങാൻ നമുക്ക് പെർമിഷൻ കാണത്തില്ല. നല്ല രസമുണ്ട്. നോ എൻട്രി. ഇതാണ് നമ്മൾ ആദ്യം പറഞ്ഞ 85 വയസ്സായിട്ടുള്ള ഒരു ആന. പക്ഷെ അങ്ങോട്ടേക്ക് നമുക്ക് നോ എൻട്രി ആയിരുന്നു കേട്ടോ. ആരെയും കടത്തി വിടത്തില്ലായിരുന്നു. എനിക്കൊന്ന് വെച്ചിട്ട് മൂപ്പുള്ള ആന ആയതുകൊണ്ടാവാം അത്രയൊക്കെ തന്നെ ഉണ്ടായിരുന്നുള്ളൂ. മാക്സിമം ഒരു 10 ആന, ഒരൊറ്റ ചുറ്റിന് ഉള്ള കുറച്ച് ആനകളായിരുന്നു കേട്ടോ. ബാക്കിയുള്ള വലിയ ആനയൊക്കെ എനിക്ക് തോന്നുന്നു എല്ലാം മേളിൽ തന്നെയായിരുന്നു. നമുക്ക് ഇങ്ങനെ ചുമ്മാ നടന്നു പോകുന്ന സമയത്ത് കാണാം, അത്രയേ ഉള്ളൂ. പിന്നെ ഇവിടെ ബോട്ടിംഗ് സർവീസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ നമ്മൾ ചെന്ന സമയം ഒത്തിരി വൈകിപ്പോയി, 5:30 ഒക്കെ ആയല്ലോ. അതുപോലെ തന്നെ മഴയുള്ള ദിവസം ആയതുകൊണ്ട് തന്നെ അവിടെ ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാണാൻ ഭയങ്കര ഭംഗിയുള്ള സ്ഥലമായിരുന്നു കേട്ടോ. എനിക്കൊന്ന് ആ സ്ഥലത്തൊക്കെ ആണെന്ന് തോന്നുന്നു ആനയെ ഇറക്കി കുളിപ്പിക്കുന്നതും കാര്യങ്ങളൊക്കെ എനിക്ക് തോന്നുന്നു. കാരണം ഇവിടെ ആനയുടെ പിണ്ടമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മൾ കുറച്ച് ഫോട്ടോസ് കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് എടുത്തിട്ട് നമ്മൾ നേരെ തിരിച്ച് ഫ്രണ്ടിലേക്ക് വരുന്ന സമയത്ത് ഒരുപാട് മങ്കീസ് വെച്ചാൽ നമ്മൾ കാണുമ്പോൾ തന്നെ കുഞ്ഞു മങ്കീസും വലുതും ചെറുതും ഏറ്റവും നമ്മളെല്ലാം കണ്ടിറങ്ങി ഗൈസ്. നമുക്കധികമൊന്നും കാണാൻ പറ്റും. നമ്മൾ ഒരു കറക്റ്റ് ഒരു അരമണിക്കൂർ പോയി കണ്ടു ഇറങ്ങി. വേറൊന്നും ഇല്ല അതിൻ്റെ അകത്ത്. ഒരൊറ്റ സർക്കിളിൽ കയറി കണ്ടു, നമ്മൾ വേഗം ഇറങ്ങി. ഒരു 10 ആന നമ്മൾ കണ്ട്. വേറൊന്നും ഇല്ലടേ സത്യം പറഞ്ഞ. ഇല്ലെന്നല്ല, ബാക്കി 85 വയസ്സായ ഒരു ആനയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞത്. പക്ഷെ അതൊക്കെ മേളിലായിരുന്നു. നമ്മൾ താഴെ നിന്നിട്ട് മേളിൽ കാണാം. അവിടെ ആണെങ്കിൽ നോ എൻട്രി എഴുതി വെച്ചിരിക്കുമായിരുന്നു. ഇതിവിടെ കണ്ടോ, വലിയൊരു കൊക്കയുണ്ട്. കൊക്കയല്ല, അത് വലിയൊരു റബ്ബർ തോട്ടമായിരുന്നു കേട്ടോ. അങ്ങനെ വന്നു. നമ്മൾ എത്തിയ സമയം കുറച്ച് വൈകി. ഇപ്പോൾ നമ്മൾ എപ്പോഴും ഇങ്ങനെ തന്നെ എവിടെ പോയാലും താമസിച്ച സമയത്ത് ക്ലോസിങ് സമയത്തായിരിക്കും എത്തുന്ന ദിവസം ഒന്നും കാണാനും പറ്റത്തില്ല. വീഡിയോയുടെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞ പോലെ ആദ്യക്കുട്ടിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ആന. പക്ഷേ എനിക്കതിൽ വലിയ അത്ഭുതം തോന്നില്ല. കാരണം ഞാൻ കുഞ്ഞിലിതിനപ്പുറമായിരുന്നു കേട്ടോ. ഈ കുഞ്ഞിലെ നല്ല ഇപ്പോഴാണെങ്കിലും എൻ്റെ ഇൻസ്റ്റാ ഫീഡും എൻ്റെ യൂട്യൂബ് ഫീഡൊക്കെ എടുത്ത് നോക്കിയാൽ ഫുള്ളും എലിഫൻറ്റ് അറ്റാക്കും അങ്ങനെയുള്ള കുറേ വീഡിയോസാണ്. ഞാൻ കുഞ്ഞിലെ ആണെങ്കിൽ എൻ്റെ അമ്മയടുത്ത് പറയുമായിരുന്നു, അമ്മ ഞാൻ വലുതാകുമ്പോൾ ആനയൊക്കെ വാങ്ങിക്കും. അപ്പോൾ അമ്മ പറയും, മക്കളെ നീ വിചാരിക്കുന്ന പോലെ അല്ല, ഒരുപാട് പൈസ വേണം, അതിനെ വളർത്താനൊക്കെ ആണെങ്കിൽ നമുക്ക് ഒരുപാട് പൈസ വേണം, അത് നമുക്കില്ലല്ലോ എന്നൊക്കെ അമ്മ ഇങ്ങനെ പറയും. അപ്പോൾ ഞാൻ പറയും, ഇല്ല അമ്മ, അതൊക്കെ നമുക്ക് പറ്റും, ഞാൻ വളർത്തും എന്നൊക്കെ പറയണം. അത്ര ആനയുടെ ക്രേസ് ആയിരുന്നു കേട്ടോ എനിക്ക്. അപ്പം അതുപോലെ തന്നെ ഇപ്പോൾ ആദ്യക്കുട്ടിയും ആന എപ്പോൾ നോക്കിയാലും ആനയുടെ കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പം നമുക്ക് പറ്റില്ല എന്നുള്ളത് ഉറപ്പാണ്. അപ്പം ഇനി ആദ്യക്കുട്ടിക്ക് വാങ്ങിക്കാൻ പറ്റുമെങ്കിൽ വാങ്ങിക്കട്ടല്ലേ, നല്ല കാര്യമില്ല. അവിടെ നിന്ന് തിരിച്ചിട്ട് നമ്മൾ നേരെ ഒരു കട്ടനും കുറച്ച് സ്നാക്സ് ഒക്കെ കഴിച്ചു. പിന്നെ നമ്മൾ നേരത്തെ ഇറങ്ങിയത് കൊണ്ട് തന്നെ നമ്മൾ വീട്ടിലേക്ക് തിരിച്ച് പോകാതെ നമ്മൾ പ്ലാൻ ഫെസ്റ്റ് ചെയ്ത ട്രിവാൻഡ്രത്ത് നമ്മുടെ കനകക്കുന്നിൽ ഒരു സമ്മർ ഫെസ്റ്റ് നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. സമ്മർ കാർണിവൽ. നേരെ പോയി ടിക്കറ്റ് എടുത്തു, അങ്ങോട്ടേക്ക് കയറി. നമ്മൾ വരാനുള്ള മെയിൻ കാര്യം അവിടെ ക്യാമലുണ്ടെന്ന് കേട്ടോ. അപ്പോൾ പിന്നെ നമ്മൾ കാണാതിരിക്കുന്നത് ശരിയല്ലല്ലോ. ഇനി എപ്പോഴാണ് നമ്മൾ ക്യാമലൊക്കെ കാണാൻ? അവിടെ രാജസ്ഥാൻ ഫെസ്റ്റോ, രാജസ്ഥാൻ റിലേറ്റഡ് ആയിട്ട് എന്തോ സംഭവമാണെന്നാണ് തോന്നുന്നത്. എനിക്ക് കാര്യമായിട്ട് പറഞ്ഞു തരാൻ അറിയില്ല. എന്തായാലും വന്നു, ക്യാമലിനെ കണ്ടു. ക്യാമലിൻ്റെ കൂടെ സെൽഫിയും ഫോട്ടോസും വീഡിയോസും എല്ലാം ഞാൻ തകർത്തെടുത്തു. ക്യാമലിനെയൊക്കെ നമുക്കിനി എപ്പോഴെങ്കിലും കാണാൻ പറ്റുമെന്ന് എനിക്ക് തോന്നില്ല. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ നമ്മുടെ നാട്ടിൽ വരുമ്പോഴെങ്കിലും പോയി കാണണ്ടേ. ഏത് മരുഭൂമിയിൽ പോയിട്ട് ഇനി എപ്പോഴും കാണാനാണ്? അപ്പോൾ നമുക്കൊന്നും അറിയില്ലല്ലോ. ഇനി ലൈഫിൽ അങ്ങനെ എന്തെങ്കിലും നടക്കുവാണെങ്കിൽ നടക്കട്ടെ, അല്ലാണ്ട് നമ്മുടെ നാട്ടിൽ വരുമ്പോൾ നമ്മൾ പോയി കാണണ്ടേ. അപ്പോൾ അവരുടെ കൾച്ചറിൽ തന്നെ കുറേ ഡാൻസ്, പാട്ട്, അങ്ങനെ കുറേ സംഭവങ്ങളുണ്ടായിരുന്നു കേട്ടോ കാണാൻ. പക്ഷേ നമ്മൾ പോയ സമയം കുറച്ച് വൈകി. ലാസ്റ്റ് ഡേ ആണ് നമ്മൾ എത്തിയിട്ടുണ്ടായിരുന്നത്. നമ്മൾ ചെല്ലുന്ന സമയം അവിടുത്തെ ലൈറ്റ്സ് കാര്യങ്ങളൊക്കെ ഓൾമോസ്റ്റ് അയച്ചിട്ടുണ്ടായിരുന്നു. ഇതുപോലെ ഫോട്ടോസ് എടുക്കാനും അങ്ങനെ കുറേ കാര്യങ്ങളുണ്ടായിരുന്നു കേട്ടോ അവിടെ. അതുപോലെ തന്നെ നമുക്ക് ലൈവായിട്ട് വളയൊക്കെ ചെയ്യുന്ന സംഭവങ്ങളുണ്ടായിരുന്നു. ഞാനിതൊക്കെ വീഡിയോസിൽ മാത്രമേ കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. നമ്മൾ പറയുന്ന ഡിസൈനിൽ നമുക്ക് വേണ്ട അളവിന് അവർ ലൈവായിട്ട് ഇതേ കണ്ടോ വളയൊക്കെ ചെയ്ത് തരും. പിന്നെ ഇങ്ങനെ കുറേ ലൈറ്റ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ നമ്മൾ ലാസ്റ്റ് ഡേ പോയിട്ടും ഇത്രയും കണ്ടു. പക്ഷേ ഇതിന് മുന്നേ എന്തായിരിക്കും അല്ലേ. പിന്നെ കുട്ടികൾക്കുള്ള കുറേ പസിൽസ്, ക്വസ്റ്റ്. ഈ സമയം ഒന്നും അറിയാണ്ട് ഞാൻ വീഡിയോസൊക്കെ എടുത്ത് നടക്കുന്നുണ്ട്. പക്ഷേ ആ ഒരു സമയം ഒരു കാര്യം സംഭവിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ നമ്മളൊന്നും അറിയാണ്ട് ഹാപ്പി ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. വേറൊന്നുമല്ല, എൻ്റെ മൈക്ക് കളഞ്ഞു പോയി. ഒരുപാട് വിലയുള്ളൊരു സാധനവും കൂടിയായിരുന്നു. ഞാൻ ഈ സമയത്ത് ഈ കറക്റ്റ് ഷോട്ട് എടുക്കുന്ന സമയം എൻ്റെ മൈക്ക് കളഞ്ഞു പോയി. ഞാൻ വീട്ടിലെത്തിയിട്ടാണ് നമ്മൾ അറിയണത്. പക്ഷെ നമ്മൾ തിരിച്ച് വന്ന് നോക്കി നെക്സ്റ്റ് ഡേ മോർണിംഗ് ആയപ്പോഴത്തേക്കും പക്ഷേ സംഭവം കളഞ്ഞു പോയി. ഏതായാലും ഈ ദിവസം ആദ്യക്കുട്ടി ഹാപ്പി ആയിരുന്നു. ആനയും കണ്ടു, അവൻ ക്യാമലും കണ്ട്, അവൻ മൊത്തത്തിൽ ജോളിയായിട്ട് വരുമായിരുന്നു. പക്ഷേ എനിക്കിപ്പോഴും അത് ഓർക്കുമ്പോൾ എനിക്ക് വയ്യടാ. കാരണം ഞാൻ ഇപ്പോൾ എഡിറ്റ് ചെയ്യുമ്പോഴും എനിക്ക് അത്ര വലിയ സന്തോഷമൊന്നുമില്ല. കാരണം എൻ്റെ ഒരു പാർട്ട് കളഞ്ഞു പോയ പോലെ എനിക്ക് ഫീൽ ചെയ്യണം. കാരണം എൻ്റെ മൈക്ക് കളഞ്ഞു പോയി. ഇപ്പോൾ എനിക്ക് വീഡിയോസൊക്കെ എടുക്കാനും കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. കാരണം നമ്മുടെ ജോലി ഇതല്ലേ. അപ്പം എന്തായാലും അതിനുശേഷം നമ്മൾ നേരെ വീട്ടിലേക്ക് പോയി. പുറത്തൊന്നും ഫുഡ് കഴിക്കണമെന്നില്ല, പകരം നമ്മൾ നല്ല ദോശയും ബീഫൊക്കെ മേടിച്ചിട്ടാണ് കേട്ടോ പോയത്. നമ്മുടെ ട്രിവാൻഡ്രത്ത് ഈ ഒരു സ്ഥലം അറിയാത്ത ആൾക്കാർ ഡെഫിനറ്റ്ലി ഒന്ന് പോയി നോക്കുക കേട്ടോ. അതുപോലെ ആനപ്രേമികളുണ്ടെങ്കിലും ഒന്ന് പോയി കണ്ടാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. വലുതായിട്ട് കാര്യമായിട്ടൊന്നും ഇല്ലയെന്നുണ്ടെങ്കിലും ആനയൊക്കെ കുറച്ചൊക്കെ നമുക്ക് കാണാനും അടുത്ത് കാണാനൊക്കെ നമുക്ക് സാധിക്കും കേട്ടോ. അപ്പം നമ്മളുടെ ഒരു സ്വീറ്റ് മെമ്മറി നമ്മളത് അവിടെ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്.